വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻസ് എന്താണെന്നും അതിൻ്റെ പ്രിൻസിപ്പൽ ഓർഗാൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഇത് MG യൂണിവേഴ്സിറ്റിയിലെ BCom 5th സെമിസ്റ്ററിലെ എൻവയോൺമെന്റ് മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഈ യുണൈറ്റഡ് നേഷൻസും അതിൻ്റെ ഓർഗാൻസ് എന്തൊക്കെയാണെന്നുള്ളത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനത്തിന് വേണ്ടി ഉടലെടുത്തതാണ് ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻ. ഇത് 1945 ഇത് ഇങ്ങനെ ഒരു സംഘടനയായിട്ട് രൂപവൽക്കരിച്ചത്. ഇതിന്റെ പ്രധാന ഉദ്ദേശം രാജ്യങ്ങൾ തമ്മിൽ സമാധാനം ഉണ്ടാക്കുക, സമാധാനത്തിൽ നിലനിർത്തുക, സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. 1945 24 ഒക്ടോബറിനാണ് ഇങ്ങനൊരു സംഘടന നിലവിൽ വന്നത്. The United Nations was established after Second World War in an attempt to maintain international peace and security and to achieve cooperation among nations. The Charter of UN was signed on 26th June 1945 in San Francisco at the conclusion of the United Nations Conference on International Organizations. It came into force 24th October 1945. ഇനി യുണൈറ്റഡ് നേഷൻസിലെ ഓർഗാൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രിൻസിപ്പൽ ഓർഗാൻസ് 6 പ്രിൻസിപ്പൽ ഓർഗാൻസ് ആണ് യുണൈറ്റഡ് നേഷൻസിലുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ജനറൽ അസംബ്ലി. 1945 യുണൈറ്റഡ് നേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിനകത്ത് ആകെ 52 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. 52 നേഷൻസിൽ നിന്നുള്ള മെമ്പേഴ്സാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. പ്രസന്റ്ലി 193 നേഷൻസിൽ നിന്നുള്ള മെമ്പേഴ്സ് ഇന്ന് ഐക്യരാഷ്ട്ര സംഘടനയിലെ മെമ്പേഴ്സാണ്. യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക. ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി യുണൈറ്റഡ് നേഷൻസിൽ 193 നേഷൻസ് മെമ്പേഴ്സാണ്. ഈ 193 നേഷൻസിൽ നിന്നും ഓരോ കൺട്രിക്കും 5 റെപ്രസെന്റേറ്റീവ്സിനെ വെച്ച് ഈ അസംബ്ലിയിലേക്ക് അയക്കാം. അസംബ്ലിയിലെ ജനറൽ അസംബ്ലി മീറ്റിംഗിന് അയക്കാം. പക്ഷെ ഇവർക്ക് ഒരു വോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. 5 റെപ്രസെന്റേറ്റീവിനെ അയച്ചാലും ഒരു വോട്ട്, ഈ 5 പേർക്കും കൂടി ഒരു വോട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 193 മെമ്പേഴ്സിനും ഈ അസംബ്ലിയിൽ പങ്കെടുക്കാം, അസംബ്ലിയിലെ മീറ്റിംഗിന് പങ്കെടുക്കാം. 5 റെപ്രസെന്റേറ്റീവ്സിന് ഇവർക്ക് അയക്കാം, പക്ഷെ അവർക്ക് ഒരു വോട്ടേ ഉണ്ടാവും. The UN General Assembly. The United Nations currently comprises of 193 member states, all of which belongs to the General Assembly. The General Assembly controls UN's finance, makes non-binding recommendations, and oversees and elects members of other UN organs. It is the General Assembly that ultimately votes to adopt human rights declarations and conventions, which are also called treaties. മീറ്റിംഗ് വർഷത്തിൽ ഒരു പ്രാവശ്യം കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞല്ലോ. പക്ഷെ സെക്യൂരിറ്റി കൗൺസിൽ അടുത്ത ഘടനയാണ്, അല്ലെങ്കിൽ അടുത്ത ഓർഗാനാണ് സെക്യൂരിറ്റി കൗൺസിൽ. അവർ പറഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ വർഷത്തിൽ ഒരിക്കലല്ല, അവർ പറയുന്നതനുസരിച്ച് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ജനറൽ അസംബ്ലിക്ക്, യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയിൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഓർഗനാണ് സെക്യൂരിറ്റി കൗൺസിൽ. സെക്യൂരിറ്റി കൗൺസിലിൽ 15 മെമ്പർ നേഷൻസ് ആണുള്ളത്. ഇതിൽ 5 നേഷൻസ് പെർമനന്റ് ആണ്, ബാക്കിയുള്ള 10 നേഷൻസ് നോൺ പെർമനന്റ് അല്ലെങ്കിൽ ടെമ്പററി മെമ്പേഴ്സ് ആണ്. 5 മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ഇവര്? 5 മെമ്പേഴ്സ്: ഫ്രാൻസ്, അമേരിക്ക, ബ്രിട്ടൻ, റഷ്യ, ചൈന. ഇത് ഓർത്തിരിക്കാനായിട്ട് ഒരു കോഡ് പറയാം: ഫാബ്രിക്. ഫ്രാൻസ്, അമേരിക്ക, ബ്രിട്ടൻ, റഷ്യ, ചൈന. ബാക്കിയുള്ള 10 മെമ്പേഴ്സ് നോൺ പെർമനന്റ് ആണ്. അവര് 2 വർഷത്തിലൊരിക്കൽ മാറി മാറി അംഗങ്ങളായിട്ട് വരും. ഈ 5 പെർമനന്റ് മെമ്പേഴ്സിനും വീറ്റോ പവർ ഉണ്ട്. വീറ്റോ പവർ എന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങളൊന്ന് എന്തെങ്കിലും കാര്യത്തിന് എതിരായിട്ട് വോട്ട് ചെയ്താൽ ആ കാര്യം പിന്നെ യുണൈറ്റഡ് നേഷൻസ് തള്ളിക്കളയും. പിന്നെ അതിനൊരു ചർച്ചയില്ല. അപ്പോൾ 5 പെർമനന്റ് മെമ്പേഴ്സിൽ ഏതെങ്കിലും ഒരു കൺട്രി നെഗറ്റീവായിട്ട് വോട്ട് ചെയ്താൽ ആ കാര്യം പിന്നെ സഭയിൽ ഡിസ്കഷൻ ഉണ്ടായിരിക്കില്ല. Security Council. The Security Council has primary responsibility under the UN Charter for the maintenance of international peace and security. It has 15 members, 5 permanent and 10 non-permanent members. Each member has 1 vote. Under the Charter, all member states are obliged to comply with council decisions. Next, third principal organ ആണ്
ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. ഇതിനകത്ത് 54 മെമ്പേഴ്സാണ് ഉണ്ടായിരിക്കുക. 54 മെമ്പേഴ്സിന്റെ കാലയളവ് എന്ന് പറയുന്നത് 3 years ആണ്. 3 yearsലേക്കാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്. ഇതിനകത്ത് ഇതിന്റെ 1/3 മെമ്പേഴ്സും ഓരോ വർഷവും റിട്ടയർഡ് ആയിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. Economic and Social Council. The Economic and Social Council is the principal body for coordination, policy review, policy dialogue, and recommendations on economic, social, and environmental issues, as well as implementation of internationally agreed development goals. It serves as the central mechanism for activities of UN system. ഫോർത്ത് പ്രിൻസിപ്പൽ ഓർഗൻ ആണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ഇൻഡിപെൻഡന്റ് ആയിട്ട് സെൽഫ് ഗവൺമെന്റ്, അതായത് സ്വയം ഭരിക്കാൻ പറ്റാത്തവരാണ് ട്രസ്റ്റിലുള്ളവർ അല്ലെ. അപ്പൊ ഈ ട്രസ്റ്റിന്റെ ഭരണം ഏറ്റെടുത്ത് നടത്തുന്നവരെയാണ് നമ്മൾ ട്രസ്റ്റിഷിപ്പ് കൗൺസിലിൽ പെടുത്തുക. ഇത് നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് സ്ഥാപിതമായപ്പോൾ 1945 11 ടെറിട്ടറീസ് ഉണ്ടായിരുന്നു. അതായത് ട്രസ്റ്റ് ആയിട്ട് 11 ടെറിട്ടറീസ് ഉണ്ടായിരുന്നു, അതും 7 രാജ്യങ്ങളിൽ നിന്ന്. പക്ഷെ 1994 ആയപ്പോഴത്തേക്കും ആരും തന്നെ ഈ ട്രസ്റ്റ് ആയിട്ട് ഇല്ലാണ്ടായി. അപ്പോൾ ട്രസ്റ്റിഷിപ്പിന്റെ ഭരണം അല്ലെങ്കിൽ ട്രസ്റ്റിഷിപ്പ് എന്നുള്ള കൗൺസില് 1994 തുടങ്ങി നിലവിലില്ല. Trusteeship Council. The Trusteeship Council was established in 1945 by the UN Charter. It provides international supervision for 11 trust territories that had been placed under the administration of 7 member states. It takes educate steps for preparing territories with independent self-governments. നെക്സ്റ്റ് ഓർഗനാണ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഘടകമാണ് സെക്രട്ടേറിയറ്റ്. സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നത്, സെക്രട്ടേറിയറ്റിലെ മെമ്പേഴ്സ് ചെയ്യുന്നത് ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, യുണൈറ്റഡ് നേഷൻസിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് ആണ്. സെക്രട്ടേറിയറ്റിലെ ഹെഡിനെ നമ്മൾ സെക്രട്ടറി ജനറൽ അല്ലെങ്കിൽ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറയും. ഇവരുടെ ഭരണകാലം 5 years. Secretariat. The Secretariat comprises the Secretary General and very large number of international UN staff members who carry out the day-to-day work of UN as mandated by the General Assembly and organizations other principal organs. The Secretary General is Chief Administrative Officer of the organization, appointed by the General Assembly on the recommendation of the Security Council for a 5-year renewable term. 6th ഓർഗാനാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ലോക കോടതി. ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നെതർലാൻഡിലെ ഹെയ്ഗാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസിന്റെ ബാക്കിയുള്ള 5 ഓർഗൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ മാത്രമാണ് അമേരിക്കയ്ക്ക് പുറത്ത് ന്യൂയോർക്കിലല്ലാതെ ഉള്ളത്. അതായത് നെതർലാൻഡിലെ ഹെയ്ഗിലാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ 15 ജഡ്ജിമാരാണ് ഉണ്ടായിരിക്കുക. ഇവരുടെ ടേം എന്നുള്ളത് 9 years ആണ്. അപ്പം 9 കൊല്ലത്തേക്കാണ് ഇവരെ ജഡ്ജായിട്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഉണ്ടാവുക. International Court of Justice. The International Court of Justice is the principal judicial organ of the United Nations. Its seat is at the Peace Palace in The Hague, Netherlands. It is the only one of the 6 principal organs of the United Nations not located in New York. The court's role is to settle, in accordance with international law, legal disputes submitted to it by states and to give advisory opinions on legal questions referred to it by authorized United Nations organizations and specialized agencies. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ UN എന്താണെന്നും അതിന്റെ പ്രിൻസിപ്പൽ ഓർഗൻസുമാണ്, അതിന്റെ പ്രധാന ഘടകങ്ങളുമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ് ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.